നമസ്കാരം. ഇന്ന് നമുക്ക് ഈ മധുരമുള്ള ശർക്കര പൊങ്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മലയാളികൾക്ക് മിക്കവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം റൈസ് അല്ലെങ്കിൽ പച്ചരി ഞാൻ 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് എടുക്കണം. പിന്നെ വേണ്ടത് മൂങ്ഡാലാണ്, ചെറുപയർ പരിപ്പ്. അത് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പേർക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് 5 ഏലക്കായും അതുപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ വേണ്ടത് നെയ്യും അതുപോലെ തന്നെ ശർക്കരപ്പൊടിയും. ഉണ്ട ശർക്കര ഉപയോഗിക്കുന്നവർക്ക് 250 ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ ശർക്കരപ്പൊടി വെച്ചിട്ടാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. അടുത്തത് വേണ്ടത് വെള്ളമാണ്. 3 മുതൽ 3.5 കപ്പ് വെള്ളമാണ് ഇതിനാവശ്യം. ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ ഒരു നല്ലൊരു മണമൊക്കെ വരും, അതുവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ആ ചെറുപയർ പരിപ്പിന് ഒരു ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. റോസ്റ്റ് ചെയ്തത് നമുക്ക് മതിയാകും. ഇനി ഇതിൻ്റെ ചൂടൊന്നാറണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ പച്ചരിയും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഒരു 2 വിസിലൊക്കെ കേട്ടാൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 2 വിസിലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം വെന്ത് കാണും. ഇനി കുക്കർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടും. അതും ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇനി കുക്കർ ഞാൻ തുറന്നു നോക്കി. അതിലേക്ക് ഞാനൊരു നല്ല വെട്ടിത്തിളയ്ക്കുന്ന 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഇരുന്നത്, അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉണ്ട ശർക്കര ഉപയോഗിക്കുന്നവർ 1 കപ്പ് വെള്ളത്തിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ച് വേണം ഒഴിക്കാൻ. അടുത്ത ഇതിലേക്ക് ഏലക്കയാണ്. 4-5 ഏലക്ക ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് അവരവരുടെ ഇഷ്ടമനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ വേണ്ടത് 1 പിഞ്ച് ഉപ്പും കൂടെ. അത് ആ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മുടെ ശർക്കര പൊങ്കലിന് ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ് ആയി. ഇനി 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടുന്ന താമസമേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ശർക്കര പൊങ്കൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് കട്ടി കൂടാതെ ഇരിക്കുകയുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര പൊങ്കൽ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഈസി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പൊങ്കലിന് മുമ്പായിട്ട് നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി പൊങ്കൽ വിഷസ്. ബൈ ബൈ.